അടുത്തതായി റെസിസ്റ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാം. രണ്ട് ബൾബുകൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ബന്ധിപ്പിക്കുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പോയിന്റ് എക്കും ബിക്കും ഇടയിൽ സെപ്പറേറ്റ് വയറുകൾ ഉപയോഗിച്ച് രണ്ട് ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് ബൾബുകൾക്ക് പകരം R1, R2 എന്നീ റെസിസ്റ്ററുകൾ നമുക്ക് രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്നത് പോലെ പോയിന്റ് എയിലെത്തുന്ന വൈദ്യുതി രണ്ടായി വിഭജിക്കപ്പെട്ട് രണ്ട് ബ്രാഞ്ചുകളിലൂടെ ഒഴുകി പോയിന്റ് ബിയിൽ വീണ്ടും യോജിക്കുന്നു. അതായത് I=I1 + I2. പോയിന്റ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ആണ്. പോയിന്റ് എക്കും ബിക്കും ഇടയിലുള്ള രണ്ട് റെസിസ്റ്ററുകൾക്കും ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് അനുഭവപ്പെടുക. അതായത് V1 = V2 V. ഇനി ഓരോ റെസിസ്റ്ററുകൾക്കും ഓംസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്ററിന് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. V1 = I1 R1, V2 = I2 R2. ഇനി ഈ രണ്ട് റെസിസ്റ്ററുകൾക്ക് പകരം രണ്ട് റെസിസ്റ്ററുകൾക്ക് തുല്യമായ ഒരു ഇക്വാലന്റ് റെസിസ്റ്റർ പോയിന്റ് എക്കും ബിക്കും ഇടയിൽ ഘടിപ്പിക്കാം. ഇക്വാലന്റ് റെസിസ്റ്ററിലൂടെയുള്ള വൈദ്യുത പ്രവാഹം Iയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ടുമാണ്. അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസിൽ ഓംസ് ലോ അപ്ലൈ ചെയ്താൽ V = I × RE ആണ്. I = V/RE എന്നും എഴുതാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ് I = I1 + I2. I1 = V1/R1, I2 = V2/R2. V/RE = V1/R1 + V2/R2. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോയിന്റ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 = V2. അപ്പോൾ നമുക്കിവിടെ V1 ഉം V2 നും പകരം V എന്ന് എഴുതാം. അപ്പോൾ V/RE = V/R1 + V/R2. ഇക്വാലിറ്റി സൈനിന് ഇരുവശവുമുള്ള V ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/RE = 1/R1 + 1/R2. അതായത് N ബൾബുകൾ പാരലലായി കണക്ട് ചെയ്താൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RE = എത്രയായിരിക്കും? R/N. ഇക്വാലന്റ് റെസിസ്റ്റൻസ് എപ്പോഴും പാരലലായി കണക്ട് ചെയ്ത റെസിസ്റ്ററുകൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഒരു വീട്ടിലെ വീട്ടുപകരണങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, പക്ഷേ അത് വീട്ടിലെ മറ്റു ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. പാരലൽ കണക്ഷനിൽ ഒരു ബ്രാഞ്ചിലെ വൈദ്യുത പ്രവാഹം തടസ്സപ്പെട്ടാലും മറ്റു ബ്രാഞ്ചിലെ വൈദ്യുത പ്രവാഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് പാരലൽ കണക്ഷനിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുകൊണ്ട് തന്നെയാണ് ഹോം കണക്ഷനുകളിൽ പാരലൽ കണക്ഷൻ പ്രിഫർ ചെയ്യുന്നത്. റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി ആ ഫോർമുല ഒന്ന് നന്നായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലവും കൂടെ ചെയ്ത് നോക്കിയാലോ. 4 ഓം 12 ഓം എന്നീ രണ്ട് റെസിസ്റ്ററുകൾ പാരലലായി ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്ര? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4 ഓം 12 ഓം എന്നീ റെസിസ്റ്ററുകൾ ഉൾപ്പെടുത്തിയ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഐഡന്റിഫൈ ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് ഫോർമുലാസ് പഠിച്ചു അല്ലേ? അതിൽ ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക? R = R1 × R2 / R1 + R2 അല്ലേ? കാരണം ഇവിടെ റെസിസ്റ്ററുകൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, ഫോർമുല വരച്ചു. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഗിവൺ ഡീറ്റെയിൽസ് എടുത്തെഴുതുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്നും ഗിവൺ ഡീറ്റെയിൽസ് എടുത്തെഴുതിക്കേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = 6 വോൾട്ട്, R1 = 4 ഓം, R2 = 12 ഓം. അപ്പോൾ
ഇക്വാലന്റ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? R is equal to R1 into R2 divided by R1 plus R2, which is equal to 4 into 12 divided by 4 plus 12, which is equal to 48 by 16, which is equal to 3 ohm. അപ്പോൾ equivalent resistance is equal to 3 ohm. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? 3 ohm. ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യവും കൂടെ, മറ്റൊരു കൺക്ലൂഷനും കൂടെ ഡിറൈവ് ചെയ്യാൻ പറ്റും. എന്താണ് ആ കൺക്ലൂഷൻ? 2 റെസിസ്റ്ററുകൾ പാരലലായി ബന്ധിപ്പിച്ചാൽ കിട്ടുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. കേട്ടപ്പോൾ കൺഫ്യൂഷൻ ആയോ? ഒന്ന് നോക്കിക്കേ, ഇവിടെ 2 റെസിസ്റ്ററുകൾ ഏതൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 4 ഓമും 12 ഓമും അല്ലേ? നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 3 ഓം. 3 ഓം വിച്ച് ഈസ് ലെസ്സർ ദാൻ 4 ഓം. ഈ 12ലും 4ലും ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ നമ്മുടെ കിട്ടിയ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആ 4 ഓമിനേക്കാളും കുറവാണ്. പാരലലായിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴും സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ഒരു സർക്യൂട്ടിൽ പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 5 ഓമും 6 ഓം റെസിസ്റ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ 10 ഓം 12 ഓം റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇവ പരസ്പരം സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യും? പാരലൽ റെസിസ്റ്റേഴ്സിന്റെ ഫോർമുല യൂസ് ചെയ്യോ അതോ സീരീസ് റെസിസ്റ്റേഴ്സിന്റെ ഫോർമുല യൂസ് ചെയ്യോ? കൺഫ്യൂഷൻ ആയോ? ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സെക്കൻഡ് തന്നിരിക്കുന്ന ഗിവൺ ഡീറ്റെയിൽസ് എടുത്തെഴുതാം. R1 is equal to 5 ohm, R2 is equal to 6 ohm, R3 is equal to 10 ohm, R4 is equal to 12 ohm. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഏതാണെന്ന് നോക്കിയാലോ. ഇവിടെ 5 ഓമും 6 ഓമും അടങ്ങുന്ന ഫസ്റ്റ് യൂണിറ്റ് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RP1 is equal to 1/R1 plus 1/R2. അതുപോലെ 10 ഓമും 12 ഓമും പരസ്പരം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവയുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RP2 is equal to 1/R3 plus 1/R4. ഇവിടെ 5 ഓം 6 ഓം ഒരു യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുക, 10 ഓം 12 ഓം ഒരു യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുക. ഇവ പരസ്പരം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് RE is equal to RP1 plus RP2. ഈസി അല്ലേ? ഫോർമുല കിട്ടിയാൽ ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫോർമുല നമുക്ക് സോൾവ് ചെയ്യാം. 1/RP1 is equal to 1/R1 plus 1/R2. 1/RP1 is equal to 1/5 plus 1/6, which is equal to 11/30 ohm. അപ്പോൾ RP1 is equal to 30/11 ohm. ജസ്റ്റ് തിരിച്ചെഴുതുക. P2 is equal to 1/R3 plus 1/R4. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/RP2 is equal to 1/10 plus 1/12, which is equal to 11/60 ohm. So RP2 is equal to 60/11 ohm. ഇനി തേർഡ് ഇക്വേഷൻ, ടോട്ടൽ റെസിസ്റ്റൻസ് RE is equal to RP1 plus RP2. RE is equal to 30/11 plus 60/11, which is equal to 90/11, which is equal to 8.18 ohm. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 8.18 ohm ആണ്. ഈസി അല്ലേ?